ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടുമാണ്, അതുപോലെ തന്നെ നോമ്പുമല്ലേ. അപ്പോൾ നോമ്പിന് പ്രത്യേകിച്ച് സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഗ്ലാസ് ഡ്രിങ്ക് മതി കേട്ടോ, വയറ് നിറയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് സ്പെഷ്യലാണ്, ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള കിഡിലൻ ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്, അത് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പാലാണ് കേട്ടോ, മിൽമ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ മധുരം ചേർക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മെയിനായിട്ട് മാങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില മാങ്ങക്ക് ഓവറായിട്ട് മധുരം ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാലൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ പാൽ അവിടെ നിന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു കസ്റ്റാർഡ് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതായി ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ആയിട്ട് പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മിക്സായി കിട്ടാനുള്ള പാല് മാത്രമാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക, ഒട്ടും തന്നെ കട്ടയില്ലാതെ. അപ്പോൾ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഒഴിച്ചിട്ടുള്ളതാണ്, അല്ലാതെ ചൂടുപാൽ ഒഴിക്കാൻ നിൽക്കണ്ട, അപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഈ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമുക്കിതാ നമ്മൾ വെച്ചിട്ടുള്ള പാല് കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇനി ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സില്ലേ, അത് ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം പാല് കുറഞ്ഞ് കിട്ടണം, അതുവരെ ഒന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പാലൊക്കെ അത്യാവശ്യം നല്ലപോലെ തിളച്ച് ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം പാലൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് വറ്റിച്ചിട്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ഡ്രിങ്കിലേക്ക് കസ്റ്റാർഡ് പൗഡർ കൂടുതലായി പോകരുത്. 1 ലിറ്റർ പാലിൽ 1 ടേബിൾ സ്പൂണൊക്കെ മാത്രം മതി. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര തിക്കായി പോകും. പിന്നെ നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന ആ ഒരു തിക്നെസ് ആയി പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ഡ്രിങ്ക് ആയിട്ടല്ല റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ലപോലെ തിളച്ചും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് 1/2 കപ്പ് അളവിൽ ചവ്വരി ചേർത്ത് കൊടുക്കണം. ചവ്വരി അല്ലെങ്കിൽ സാഗോ പേള്, അതുപോലെ തന്നെ സബുദാന റൈസ്, അങ്ങനെ പല പേരിലും ഇത് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ടൈപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ള കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചെറുതാവുമ്പോൾ കടിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മടുപ്പ് വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ട് ഇതിപ്പോൾ വൈറ്റ് കളറിലല്ലേ ഈ ഒരു അരി ഇരിക്കുന്നത്, അതിന് ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് മാറും കേട്ടോ, കണ്ണാടി പോലെ ആയിട്ട് മാറും. അതുവരെ നല്ലപോലെ തിളച്ച് വേവിച്ചെടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കുമല്ലോ വേവിക്കാം. നല്ലപോലെ അടച്ചൊന്നും വെക്കേണ്ട, ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, എങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിൽ വേവിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ചവ്വരി മൊത്തത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്പൂണിൽ എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു വൈറ്റ് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടില്ല, മൊത്തത്തിൽ വൈറ്റായി കഞ്ഞിവെള്ളം പോലെ ആയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി വേവുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ സ്ട്രെയിനറൊക്കെ സെറ്റ് ചെയ്ത് വെക്കണേ. കാരണം വെന്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ നോക്കുക, കൈകൊള്ളാതെ ശ്രദ്ധിച്ചിട്ട്. അതിനുശേഷം കണ്ടില്ലേ, നമ്മുടെ അരിയൊക്കെ കണ്ടില്ലേ മൊത്തത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കൊഴുപ്പുണ്ടാവും. അതായത് നമ്മുടെ ആ ഒരു കഞ്ഞി വെള്ളത്തിൻ്റെ ആ ഒരു കഞ്ഞി പശ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നല്ല തണുത്ത വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 തവണ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ സ്ട്രെയിനറിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതങ്ങ് മൊത്തത്തിൽ ആ ഒരു ഗമ്മ് പോലത്തെ സംഭവം അങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് തവണ കഴുകിയെടുത്തിട്ട് അത് പോയി കിട്ടുന്ന അതുവരെ കഴുകിയെടുക്കും, ഒരു 2-3 തവണ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല
തണുത്ത വെള്ളമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 3 തവണയൊക്കെ കഴുകുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് വന്നോളും. അല്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം കഴുകേണ്ടി വരും കേട്ടോ, എങ്കിലേ അവർ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതുപോലെ 2-3 തവണയൊന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കഴുകിയിട്ട് കളയട്ടെ. അങ്ങനെ നമ്മുടെ അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ അവിടെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇത് നല്ല പഴുത്തോടഞ്ഞ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മാങ്ങ ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ പാലും മാങ്ങ മിക്സും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഏതാണ്ട് റെഡി ആവാറായി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം കസ്കസ് ഇല്ലേ, ചിയ സീഡോ കസ്കസോ, അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ അത് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ മാങ്ങയുടെ ആ ഒരു മിക്സ് അടിച്ച് വെച്ചില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ. ഈ കസ്കസിനൊന്നും കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചിലവർക്ക് അങ്ങനെ ഓവർ കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലായിട്ട്. അതുപോലെ തന്നെ അത് ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ചുകൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്ന പോലെ ഉണ്ടാവും, ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടാനാണ് കേട്ടോ ഒന്നുകൂടി തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത സ്ലൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ അതും എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് മാങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ഒഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അതൊട്ടും തന്നെ നിർബന്ധമില്ല, നമ്മൾ ഓൾറെഡി അരച്ചിട്ട് ഇട്ടതാണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ആപ്പിൾ ഇല്ല, അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ്, നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. എൻ്റെ ഇതിപ്പം കണ്ടില്ല ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു വലിക്ക് കുടിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഭയങ്കര കട്ടിയായിട്ട് സ്പൂണോട് കോരി കുടിക്കുന്ന പോലെ ആവണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റർഡ് പൗഡർ അധികം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടിയായിട്ട് കിട്ടിക്കോളും. പക്ഷെ അതിൽ നല്ലത് ഇങ്ങനെ കുടിക്കാനാണ് കേട്ടോ. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ്താർ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് കുടിക്കാനൊക്കെ പറ്റുന്ന രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക, ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് ഈ ഒരു ടൈമിൽ നിങ്ങൾ മധുരം ചെക്ക് ചെയ്യുക, കാരണം മാങ്ങയുടെ ഒക്കെ മധുരം ഏതാണ്ട് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു തവണങ്ങളൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് വീട്ടിലെല്ലാ ഐറ്റംസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതിങ്ങനെ സെർവ് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് അവർ ഇഫ്താർ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസിൻ്റെ പുറമേ നിന്ന് ആ ഒരു ബബിൾസ് ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയില്ല, സൗകര്യമൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ശരിക്കും നമുക്ക് ഇതിൻ്റെ കൂടെ സ്നാക്സ് ഒന്നും വേണ്ട ആവശ്യമില്ല, ശരിക്കും വയറ് നിറയും. നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് വയറ് നിറയും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്